അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കാടമുട്ട മസാല ഉണ്ടാക്കാനാണ്. എങ്ങനെയാണ് കാടമുട്ട മസാല ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനതിന് ഒരു 20 കാടമുട്ട എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. മുട്ടയൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. തീ നല്ല സ്ലോവിൽ വയ്ക്കണം. തീ നല്ല കുറച്ചോണം വെച്ചിട്ട് ഈ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്കിത്. തീ വളരെ കുറച്ചോണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി എടുക്കാം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ചില സ്ഥലത്തൊക്കെ നമ്മൾ ബീച്ചിൽ പോകുമ്പം ഈ കാടമുട്ട അവിടെ വെച്ചേക്കുന്ന കണ്ടിട്ടില്ലേ, നമ്മൾ കഴിക്കും. നല്ല ടേസ്റ്റാണ്. അതേ രുചിയിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നമുക്കിത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.